കൊല്ലം കുന്നിക്കോട് ആമണീശ്വരത്ത് നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്തി. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുട്ടി വീട്ടിലേക്ക് വിളിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കുട്ടിയുടെ സഹോദരൻ തിരൂര് പഠിക്കുന്നുണ്ട്. എന്നാലും നല്ല കാര്യം, മോളെ അവിടെ തന്നെ നിൽക്കുക, ആരുടെയെങ്കിലും സംരക്ഷണയിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. വേണമെങ്കിൽ നമ്മുടെ തിരൂർ റിപ്പോർട്ടർ ഈ കുട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുക. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 28 സെക്കൻഡും. മറ്റൊരു അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ രാജ്, അപ്പോൾ സന്തോഷ വാർത്ത വന്നു, കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത് പറയൂ. എങ്ങനെയാണ് കണ്ടെത്തിയത്, എവിടെയാണ് കണ്ടെത്തി, ഇപ്പോൾ ആ കുട്ടി എവിടെയാണുള്ളത്? തീർച്ചയായും എസ്കേൻ, ഏറെ സന്തോഷം, ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീട്ടുകാരെ ഇപ്പോൾ ഈ കുട്ടി ഫാത്തിമ വിളിക്കുകയായിരുന്നു. തിരൂരുണ്ട്, മലപ്പുറം തിരൂരുണ്ട് എന്നുള്ളതാണ് കുട്ടി അറിയിച്ചിട്ടുള്ളത്. സുരിതയാണ് എന്നുള്ള വിവരമാണ് നിലയിൽ ലഭിച്ചത്. എന്താണ് മോള് വിളിച്ച് പറഞ്ഞത്? കൂടിയിരുന്ന ഒരു 3 മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഫോണിൽ നിന്നാണ് നമ്മൾ വിളിച്ചു. ഞാൻ സംസാരിച്ചു, ഒരു 10 മിനിറ്റോളം കുട്ടിയായിട്ട് സംസാരിച്ചു. അപ്പം വീട്ടിൽ വഴക്ക് പറഞ്ഞതിൻ്റെ ഒരു വിഷമമാണ് പുള്ളിക്കാരത്തിൽ പ്രകടിപ്പിച്ചത്. ഞാൻ പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, അടുത്ത ആരാന്ന് വെച്ചാൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവരെടുത്ത് സംസാരിച്ചപ്പം അവർ കുട്ടിയെ സേഫായിട്ട് നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടി അടുത്തുള്ള സ്റ്റേഷനിൽ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞെങ്കിൽ ഒന്ന് കുട്ടി ഒന്ന് റിലാക്സ് ആവട്ടെ, വല്ല ഫുഡോ എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത്. അപ്പം ഉടനെ തന്നെ ഇവിടെ കുന്നിക്കോട് CI സാറിനെ വിളിച്ചു. പുള്ളിക്കാരൻ വന്നു, അവിടെയായിട്ട് ബന്ധപ്പെട്ടു. പുള്ളിക്കാരത്തിൽ സേഫാണ്, അവരുടെ നമ്പരും തന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ തിരിക്കുകയാണ്. വളരെ ആശ്വാസം നൽകുന്ന നമ്മളടുത്ത് ഒരുപാട് പേര്, രാഷ്ട്രീയക്കാരായാലും മന്ത്രി ഗണേഷ് കുമാർ മുതൽ ചാമക്കാലം മുതൽ എല്ലാവരും എല്ലാ അർത്ഥത്തിലും നമ്മളുമായിട്ട് നല്ലപോലെ, അതേപോലെ ബന്ധുക്കൾ എല്ലാവരും. പിന്നെ ഇവിടെ നമ്മുടെ കുന്നിക്കോട് CI സാറ്, പുള്ളിയൊക്കെ ഇന്നലെ ഏതാണ്ട് 3:30 കഴിഞ്ഞാണ്. കാരണം പിന്നെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു സപ്പോർട്ടാണ്. കാരണം പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ആയാലും നമ്മുടെ റിപ്പോർട്ടർ 24, കൈരളി, എല്ലാ ചാനലുകളും എല്ലാത്തിൽ നിന്നും. കാരണം 13 വയസ്സുള്ളൊരു കുട്ടി അതിൻ്റെ ആ ഒരു ബുദ്ധിയുടെ ഒരു ഇതുകൊണ്ട് ചെയ്തു പോയി. ആ പെട്ടെന്നുള്ള ആ വിഷമത്തിൽ ചെയ്തു പോയി. പക്ഷെ അതിലെല്ലാവരും നമ്മളെ വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ്. ഒരു കാര്യം ചോദിക്കാറുണ്ട്, അതായത് 24-ന്റെ തിരൂർ റിപ്പോർട്ടർ വേണമെങ്കിൽ ആ കുട്ടിക്ക് അടുത്തെത്തുമെന്ന് പിതാവിനോട് പറഞ്ഞേക്കൂ. നമ്മുടെ വിപിൻ സി വിജയൻ ചേരും, വിപിൻ സി വിജയൻ വിളിച്ച് വിവരങ്ങൾ നൽകും എന്ന് പറഞ്ഞോളൂ. നിലവിൽ കുട്ടി ഉദ്യോഗസ്ഥരുടെ കയ്യിലും ബാക്കിയുള്ളവരിലും സേഫ് ആയതിനു ശേഷം മാത്രം കുട്ടിയിൽ നിന്ന് നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ അറിയിച്ച് പോലീസോട് എത്താമെന്ന് പറഞ്ഞു. CI സാർ ഇപ്പം നിലവിൽ വന്നു, ഞങ്ങൾ റെഡിയാവുകയാണ്. CI സാർ സഹിതം ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. കുട്ടിയുടെ സഹോദരൻ നമ്മളോട് രാവിലെ പ്രതികരിച്ച സഹോദരൻ രാവിലെ ഇന്നലെ അടക്കം വലിയ രീതിയിൽ പല സ്ഥലങ്ങളിലടക്കം അലഞ്ഞതാണ്. എന്നാലും വലിയ സന്തോഷമുണ്ട് സഹോദരിയുടെ. സന്തോഷമുണ്ട്. ഇപ്പം വിളിച്ച് സംസാരിച്ചോളുമായിട്ട് അവിടെ പോലീസുകാരെത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. രാവിലെ കണ്ടപ്പോൾ വലിയ വിഷമമായിരുന്നു, ഇപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. രാവിലെ കണ്ടപ്പോൾ വലിയ സങ്കടത്തിലായിരുന്നു. കാരണം ഇന്നലെ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം ആ സഹോദരന്റെ മുഖത്ത് തന്നെയുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ആശങ്കകൾക്കെല്ലാം വിരാമമാകുന്ന സംഭവമാണ്. കാരണം ഒരു പെട്ടെന്ന് വീട്ടിൽ നിന്നുണ്ടായ ഒരു ചെറിയ വിഷമത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചതാണ് ആ മകൾ. ഒടുവിൽ അത് തെറ്റു മനസ്സിലായി വീട്ടിലേക്ക് തന്നെ വിളിച്ചു. എന്തായാലും ആ വിളിയിൽ ഇപ്പോൾ വീട്ടുകാർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി മെഡിക്കൽ വിദ്യാർത്ഥികളോടൊപ്പമാണുള്ളത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ കുട്ടിയെ സുരക്ഷിതമായി ഇറക്കും. അവിടെ വെച്ച് ഈ ബന്ധുക്കളും അതുപോലെ തന്നെ പോലീസും അവിടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. തിരൂർ പോലീസ് സ്റ്റേഷനിലും ഈ കുന്നിക്കോട് CI അടക്കമുള്ളവർ ഇതുമായി കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഏറെ നേരത്തെ പിരിമുറുക്കത്തിന് ശേഷം ഒരു ആശ്വാസ വാർത്ത ഈ വീടിനെ തേടി എത്തിയിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഇവിടെ ഒരു മൂകമായ അന്തരീക്ഷമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഫാത്തിമ സുരക്ഷിതയായിരിക്കുന്നു. ഫാത്തിമ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തും. പെട്ടെന്നുണ്ടായ മനോവിഷമത്തിൽ മാതാവിനോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഇറക്കം അത് തെറ്റായിപ്പോയെന്ന് ഫാത്തിമയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഫാത്തിമ ഈ വീട്ടിലേക്കടക്കം വിളിക്കുകയും ചെയ്തു. ഫാത്തിമയുടെ സഹോദരൻ പഠിക്കുന്നത് തിരൂരാണ്. അവിടേക്കാണ് ആ യാത്ര ഫാത്തിമ നടത്തിയതെന്നാണ് ആദ്യഘട്ടത്തിൽ നമ്മളിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സുരക്ഷിതയാണ് ഫാത്തിമ എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള വാർത്ത. അരുൺ രാജ്, നമ്മുടെ തിരൂർ റിപ്പോർട്ടർ വിപിൻ സി വിജയൻ അവിടെ എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തും. അയാൾ ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളെ അറിയിക്കാൻ ഒരുപക്ഷെ വിപിൻ സി വിജയന് കഴിഞ്ഞേക്കും. മാത്രമല്ല ഈ കുട്ടിയെ സംരക്ഷിച്ച ട്രെയിൻ കയറ്റാനും നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടാകും. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 36 സെക്കൻഡും. കുന്നിക്കോട് ആമണിശ്വരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി. കുട്ടി വീട്ടിലേക്ക് വിളിച്ചു. കുറേ 10 മിനിറ്റോളം പിതാവുമായും സഹോദരമായും സംസാരിച്ചു എന്ന സന്തോഷകരമായ വാർത്ത. വല്ലാത്ത ടെൻഷനിലായിരുന്നു ഈ മാതാപിതാക്കൾ. എന്തായാലും അവരുടെ വിഷമമൊക്കെ മാറി എത്രയും പെട്ടെന്ന് അവരങ്ങോട്ട് എത്തി. കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ അധികൃതരുമായിട്ടൊക്കെ തന്നെ സംസാരിച്ച ശേഷം അവിടെ എത്തി കുട്ടിയെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.